വർഷങ്ങൾക്ക് ശേഷം സിനിമ OTTയിലാണ് കണ്ടത്. സിനിമയെ ഇപ്പോൾ എല്ലാവരും ട്രോളി കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ എനിക്ക് അത്ര ബോറായി തോന്നിയില്ല. എനിക്ക് ധ്യാനിൻ്റെ ചെറുപ്രായം വളരെ ഇഷ്ടമായി. കോമഡി കലർത്തിയാണ് ധ്യാൻ ആ സീനുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് രസകരമായി തോന്നി. ആ പെൺകുട്ടികളുടെ ഡയലോഗുകളും അച്ഛന് വടി എടുത്തു കൊടുക്കുന്നതും കരയുന്നതുമൊക്കെ, പിന്നെ സഹോദരിയുടെ അമ്മയുടെ ഡയലോഗ്, അവസാനം പരിപ്പുവടയുടെ മണം മൂക്കിലേക്ക് കയറുന്നതായി കാണിച്ചിരിക്കുന്നത്. ധ്യാൻ നാടക കമ്പനിയിലേക്ക് ഓടുന്നത് കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ പോയി. ഏതാണ്ട് ഇതാണ് പ്രണവിൻ്റെ അവസ്ഥ. നിന്ന നിൽപ്പിൽ കാണില്ല, മുങ്ങിക്കളയും. പക്ഷെ പ്രണവിൻ്റെ ചെറുപ്പകാല സീനുകൾ തുടക്കം തന്നെ ക്രിഞ്ചായിരുന്നു. കള്ളു കുടിക്കുന്നോ മറ്റേയാളുമായി സംസാരിക്കുന്നോ ഒക്കെ. തുടർന്നുള്ള സീനുകളും അങ്ങനെ തന്നെ. പക്ഷേ ഇത് മുഴുവൻ പ്രണവിൻ്റെ കുറ്റമല്ലല്ലോ. ചെയ്യാൻ പറഞ്ഞതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. കല്യാണി ഒതുക്കത്തോടെയാണ് തൻ്റെ സീനുകൾ ചെയ്തിരിക്കുന്നത്. കല്യാണിയുടെ കോസ്റ്റ്യൂം ചെറുപ്പത്തിലെയും പ്രായമായപ്പോഴും എനിക്കിഷ്ടമായി. നല്ല സുന്ദരിയായിട്ടുണ്ട്. മദ്രാസിൽ വന്നതിന് ശേഷം പ്രണവ് ഒരു ഓക്കെ ഫീലാണ് തോന്നിയത്. പക്ഷേ അവസരം വന്നപ്പോൾ പാട്ട് വേറൊരാൾക്ക് കൊടുത്തത് വിശ്വസിക്കാൻ പ്രയാസം. രാത്രി വീട്ടിൽ കയറി വന്നപ്പോൾ ധ്യാൻ അത്രയധികം അവഹേളിച്ചതും അവിശ്വസനീയം. വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ ധ്യാനിൻ്റെ മേക്ക് ഓവർ തികച്ചും ഒരു നാടക സ്റ്റൈലായി തോന്നി. സിനിമയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവരുടെ പ്രായം ഏകദേശം 65 അടുത്താണ് എന്നാണ്. ആ ഒരു പ്രായത്തിൽ ധ്യാനിന് ഇത്രയും തളർച്ചയും വലിയും വേണ്ടായിരുന്നു എന്ന് തോന്നി. എത്രയൊക്കെ പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും. നമ്മുടെ ലാലേട്ടൻ ഏതാണ്ട് 65 ആയി കാണുമല്ലോ. അദ്ദേഹം എങ്ങനെ നടക്കുന്നു? അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പ്രണവിൻ്റെ വയസ്സായ സ്റ്റൈലും അഭിനയവും ഇഷ്ടമായി. ഇടയ്ക്കൊരു കുട്ടിത്തം വരുന്നുണ്ടെങ്കിൽ കൂടി. ചുള്ളന്മാരായ മധ്യവയസ്കർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രണവിൻ്റെ ക്ലൈമാക്സ് സീനിൽ ഇങ്ങോട്ട് ഇറങ്ങടെ ഇറക്കുക എന്ന് പറയുന്നത് അടിപൊളി. ക്ലൈമാക്സ് സീൻ സ്പൂഫ് ഗംഭീരം. വിജയിച്ചു എന്നറിഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോൾ കഥാനായകൻ മരിച്ചു കിടക്കുന്നത് പണ്ട് കണ്ടിട്ടുണ്ട്. ഉടനെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ കാണിച്ചിട്ട് പേര് കാണിക്കാതെ തിരിച്ചു വരുന്നുണ്ട്. കലക്കി. അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇൻഹെയിൽ എക്സൈൽ ഡയലോഗും കൊള്ളാം. ജ്ഞാപകം സോങ്ങാണ് സിനിമയുടെ ഗതി തിരിച്ചുവിട്ടത്. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വലിയ ഫീലൊന്നും നൽകിയില്ല. കഥയ്ക്ക് വലിയ വിശ്വാസ്യത തോന്നാഞ്ഞ കൊണ്ടാകും. നിവിൻ പോളി അഭിനയിക്കാൻ വരുന്നതും ധ്യാനുമായുള്ള സംസാരവും ഒക്കെ നല്ല കോമഡിയാണ്. നിവിൻ പോളി, അജു വർഗീസ്, ആസിഫ് അലി, ഷാൻ റഹ്മാൻ, ബേസിൽ, നീരജ്, നീത പിള്ള, അശ്വത്ത് തുടങ്ങിയ എല്ലാവരുടെ റോളുകളും സിനിമയെ ഒരു വേറെ ലെവലാക്കി. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം.